മുസ്ലിം ലീഗിൻ ചന്ദ്രൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ കൃഷിഹാബി നെഞ്ചിൽ വിരിച്ചതു വന്ന പതാക. അബ്ദുൽ ഹൈ മുഹമ്മദ് അബ്ദുൽ ഹൈ ലീഗിന്റെ നാമം എന്ന് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റിയ ഞങ്ങളുടെ കോർഡിനേറ്റർ കൂടിയാണ്. അയൽക്കാരനാണ്, ഒരുപാട് തവണ ഈ റൂട്ടിലൊക്കെ പോവാറുണ്ട്. ലീഗ് എന്നത് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇവരുടെ ഉപ്പമാർ ലീഗാണ്, അല്ലെങ്കിൽ ഉമ്മ ലീഗാണ്, വല്യപ്പ ലീഗാണ്, ആ രീതിയിൽ വന്നവരായിരിക്കും അല്ലേ ഭൂരിഭാഗം ആളുകൾ. പക്ഷെ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ ലീഗല്ല, എൻ്റെ അമ്മ ഒരു ലീഗല്ല. എനിക്ക് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് സാധാരണക്കാരിൽ നിന്ന് വന്നതുകൊണ്ട് 100% പറയാം, എൻ്റെ ഭാര്യ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് മുസ്ലിം ലീഗ്. അതേ പറയാം. ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, ലീഗിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ഇവിടേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ 2 കൈയിലിട്ട് മുസ്ലിം ലീഗിലാണ് നിങ്ങൾ സ്വീകരിക്കും, അവിടെ വന്നിരുത്തും അല്ലേ, നമ്മളങ്ങ് മാറിക്കൊടുക്കും. അതാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. തീർച്ചയായിട്ടും അപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യില്ലേ? ഡാൻസ് കളിക്കാം, കളിച്ചോളോ? മക്കളൊക്കെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ലീഗിന്റെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് ലീഗ് ചെയ്ത, അങ്ങനെയുള്ള ഒരു പാട്ടാണ് നമ്മൾ ആദ്യം പാടുന്നതൊക്കെ.
എല്ലാരും കൂടെ ഒരുമിച്ച് വാ ഡാൻസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ കളിക്കൂ നമ്മുടെ ലീഗ് നമ്മുടെ ലീഗേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? ഇന്ന് ഇത്രയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല. നമുക്ക് പറയാം എന്താണ് ആ കാര്യം അല്ലേ? പൈത്തുറമകൾ പണിതുയർത്തി CH സെന്റർ നാട്ടിൽ ഉയർത്തി പൈത്തുറമകൾ പണിതുയർത്തി CH സെന്റർ നാട്ടിൽ ഉയർത്തി കണ്ണീർ കളങ്ങൾ തുടച്ചതിരികാണ് കാരുണ്യത്തിൽ കൈ പിടിച്ചത് ലീഗാണ്. താങ്ക് യു. ഒരു നിറഞ്ഞ കയ്യിൽ എടുത്ത എല്ലാവരും ഉഷാറായിട്ട് മരണം ഒരു 100 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. സന്തോഷം. താങ്ക് യു. താങ്ക് യു ഉപ്പാ സന്തോഷം. ഓക്കെ Baba
വിപ്ലവമാരും വിപ്ലവ ശൗര്യം കുറയാതെ മുസ്ലിം ലീഗ് സിന്ദാബാദ് ഹരിത പതാക സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് ഹരിത പതാക സിന്ദാബാദ് മൂമലല്ല കാരുണ്യ പോരാട്ടത്തിനയിച്ചിടാൻ വർഗവിവേചന വിട്ടുമുളക്കി തോൽവീര കൊയ്തിട മുസ്ലിം ലീഗ് സിന്ദാബാദ് ഹരിത പതാക സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് ഹരിത പതാക സിന്ദാബാദ് പോരാട്ടത്തിൽ വീരവുമായി
അടക്കമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുള്ള അവർക്ക് നല്ലൊരു കയ്യിലുണ്ട്. നിങ്ങൾ എല്ലാവരും ചേർന്ന് നാട്ടിലെ ശബ്ദത്തിൽ തന്നെ വിളിച്ചു അവർക്ക് ഗംഭീരമായ ഒരു വേദി ഒരുക്കിയ ഈ സംഘാടകരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഓർക്കസ്ട്രേഷൻ ടീമിൽ 3 പ്രതിഭകളാണ്. നിങ്ങൾ ദർശന ടിവിയിലെ കുട്ടിക്കുപ്പായത്തിലൊക്കെ കണ്ട മുഖങ്ങൾ ഇദ്ദേഹത്തെ കൈരളി ടിവിയിലെ പട്ടുമാല എന്ന റിയാലിറ്റി ഷോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷോയിലും മൃഗം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ അടക്കമുള്ള 3 പേരാണ്. എല്ലാവർക്കും ചേർന്ന് ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു കൈയ്യടി തരാമോ? എല്ലാവരും ചേർന്ന് നമ്മുടെ പാർട്ടിയുടെ പ്രോഗ്രാമിൽ വന്ന ഇതിനോടുള്ള സന്തോഷം കൂടെ നമ്മൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വേദിയിൽ അടുത്ത് നമുക്ക് എല്ലാ ടച്ച് മാപ്പിളപ്പാട്ടിനോട് ചേർന്നുള്ള പാട്ടുകൾ പാടണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലയിക്കും, നിങ്ങൾ ആസ്വദിക്കുമെന്നുള്ള നിലയ്ക്ക് അജ്മീർ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു കവാലി ടച്ച് ഗാനം ആലപിക്കും. സ്ഥിരമുള്ള ആളില്ല, പക്ഷെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഒരാളുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പ്രിയങ്ക ബഷീർക്ക് വേണ്ടി ബഷീർക്കാണ് അലി. ബഷീർക്ക് നല്ലൊരു കാര്യമാണ് അല്ലേ? ബഷീർക്ക് നല്ലൊരു കലാകാരൻ ഈ വേദിയിൽ നമ്മൾ കൊണ്ടുവരാൻ കഴിയും. മുസ്ലിം ലീഗിന്റെ ഒരിക്കൽ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ബഷീർക്ക് ഉണ്ടാവും അവിടെ അഭിപ്രായങ്ങളായിട്ട്. നിലമ്പൂർ യൂത്ത് മാർച്ചിന്റെ പ്രോഗ്രാം അവിടെ ഞങ്ങളെ രണ്ട് ജില്ലയിലെ യൂത്ത് മാർച്ചിനും ഏകദേശം ഞങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ ഫുൾ ടൈം ആയിരുന്നു ജില്ലയിലെ യൂത്ത് മാർച്ച്. ബഷീർക്കയുടെ സജഷനാണ് അലി. ബഷീർക്കും ഹൃദ്യമായ മനോഹരമായ രീതിയിൽ ആലാപനം നടത്തിയ അലിയുടെ പാട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടായാലും ഈ കവാലി പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും നെഞ്ചെത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ഹൃദയം തുറന്നൊരു കൈയ്യടി തരാം അലിക്ക് വേണ്ടി. എല്ലാവരും ചേർന്ന് കവാലിയൊക്കെ വരും അല്ലേ? അതെ, കവാലി കഴിഞ്ഞിരിക്കുമ്പോൾ ഓക്കെ. ഇതിന്റെ ഒരു മാലയുമായിട്ടാണ് ഈ വരുന്നത്. ലീഗ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലീഗ് ഗാനങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സോങ്. അതിനു മുമ്പ് കുറ്റിക്കടവിന് മറ്റൊരു സന്തോഷ വാർത്തയെ കൂടെ അറിയിക്കുകയാണ്. കുറ്റിക്കടവിന്റെ സ്വന്തം വാട്സ്ആപ്പ് ഗ്രൂപ്പ്, കുറ്റിക്കടവ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരുക്കുന്ന എന്റർടൈൻമെന്റ് ഷോ ഓണം 2024 ഈ വരുന്ന ജനുവരി 20 ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടി കുറ്റിക്കടവിൽ കുടുംബസമേതം ആസ്വദിക്കുവാൻ നല്ല ഒരു വേദി ഒരുക്കുകയാണ്. കുറ്റിക്കടവ് പുഴയോരം ഗ്രൗണ്ടിൽ അവിടേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അവിടെ പാട്ടിന്റെ മണിമുത്തുകളിൽ നിന്നും മണിച്ചേട്ടന്റെ പാട്ടുകളിലൂടെ ഫേമസ് ആയ നാടൻ പാട്ടിന്റെ കൂട്ടുകാരൻ കലാഭവൻ അനിലാലും, ഫ്ലവേഴ്സ് TV കോമഡി ഉത്സവം, മടുവിൽ മനോരമ തകർപ്പൻ കോമഡി എന്നീ പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനായ മിമിക്രിക്കാരൻ മഹേഷ് പാലായിയും DJയും റാപ്പും മുട്ടിപ്പാട്ടും കൂട്ടിച്ചേർത്ത് ആലപിക്കുന്ന
വിഷുവിന്റെ നാടായ കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടിയും സംഘവും ഒന്നിച്ചണിനിരക്കുന്ന ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് കുറ്റിക്കാട് വാട്സപ്പ് ഗ്രൂപ്പ് ഒരുക്കുന്നത്. ഈ വരുന്ന 20-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ആരംഭിക്കും. കുടുംബസമേതം നിങ്ങൾ എല്ലാവരെയും ഓണം 2024 എന്ന പ്രോഗ്രാമിലേക്ക് അതിന്റെ സംഘാടകർക്ക് വേണ്ടി ശബ്ദമായി ഞാൻ നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ വീണ്ടും ഞങ്ങൾ തുടരുന്നു. ടീം സർഗധാര മുസ്ലിം ലീഗിൽ ഒരുപാട് ഗാനങ്ങളാണ്. സലീം കോട് നമ്മുടെ പ്രിയ സുഹൃത്ത് പാടി സലീം കോടത്തൂരിന്റെ പാട്ടൊന്നും മക്കൾ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പാടി നമുക്ക് മുസ്ലിം ലീഗിന്റെ ലീഗ് മാടിയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് കൂടെ പാടില്ല എല്ലാവരും? എത്ര നാൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അവർക്ക് തന്നെ കൂടെ പാടുമല്ലോ. എത്ര നാള് ഞാനിരുന്നു മഹര ഞാൻ വന്നിടാ എന്റെ സ്നേഹക്കടലായി നാനും നീ മാറ്റിയിടുമോ എന്റെ പെണ്ണായി വന്നിടുമോ എന്റെ സ്നേഹത്തിൻ പൂങ്കാവില മങ്ങൂറും പെണ്ണാടുന്നു എത്ര നാളും കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാൾ ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാൾ ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ ആക്കിരത്തിയോളം വിളിവിളിന ചുണ്ടയറിഞ്ഞൊരു മുക്കുവനാണ് നമ്മളെ മകാക്കും പറയും യാഥാഹത്ത് നടന്ന് പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപകൽ ചൂട്ടും നിന്നില്ല മനുഷ്യനെ കണ്ടില്ല പട്ടാപകൽ പലരും നമ്മളെ തീരാ
ഈ ദുനിയാവിൽ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ആയിരം ശുക്കൂർ ജന്മം കൊണ്ടിരാ, ആയിരം ശുക്കൂർ ജന്മം കൊണ്ടിരാ, ആയിരം ശുക്കൂർ ജന്മം കൊണ്ടിരാ, ആയിരം ശുക്കൂർ ജന്മം കൊണ്ടിരാ. നൂറ്റാണ്ടിലൊരുമ മാത്രം, നൂറ്റാണ്ടിലൊരുമ മാത്രം, പിറവിലകും കൺമണി. ആ പുണ്യജന്മമാണ് യൂസുഫിനൊരു കൈ കൊടുക്കുന്നില്ലേ? ഈ പാട്ടിന്റെ ഏകദേശം ഒരു അറഭാഗം യൂസുഫാണ് പാടിയത്. യൂസുഫിന് ആവശ്യപ്രകാരം ഈ പാട്ട് പാടുന്നത്. എന്തായാലും സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ പാടിയെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ പറയാൻ പറ്റും
ഞങ്ങളോട് ക്ഷണിച്ചത് എന്നും വിളിക്കും പാട്ട് ഉഷാറാക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അവസ്ഥകളൊക്കെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോ ആള് പരിപാടി ഡേറ്റ് മാറ്റി പറയാൻ എന്നെ വിളിച്ചതാണ്. അത് കൊമ്പത്തുനിന്ന് വിളിപ്പിച്ചു വേറെ ആൾക്കാരെ. അപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നമില്ല, അന്ന് പ്രോഗ്രാം ഇല്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് കൂടാൻ പറ്റിയതിൽ സന്തോഷം. ഞങ്ങള് അവസാനിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ ഇനി പാടുന്നു നിർത്തില്ല ഇൻഷാ അല്ലാഹ് കാണാം. ഇതുവരെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന്, ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിന് ഒരിക്കൽ കൂടി ഇവിടുത്തെ മുസ്ലിം ലീഗുകാർക്ക് 1000 നന്ദി അർപ്പിച്ചു. ഇൻഷാ അല്ലാഹ് വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും.